നമസ്കാരം. ഇന്ന് ഓണം സീരീസിൻ്റെ രണ്ടാമത്തെ ഇതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇലയിൽ രണ്ടാമത് വിളമ്പുന്നത് അച്ചാറുകൾ. അച്ചാർ 2 ടൈപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇഞ്ചി അച്ചാറും വടുകപ്പുളി നാരങ്ങ അച്ചാറും കേട്ടോ. അപ്പം നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണ്ടേ? കേട്ടോ. എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കറിനാരങ്ങ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇഞ്ചി അച്ചാറിന് വേണ്ട ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് ആവശ്യമായ പുളി ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഉണ്ട പുളിയാണ്, വാളംപുളിയാണ് ഇട്ടേക്കണേ. നമ്മുടെ കറിവേപ്പില ഇല്ലാതെ എനിക്കൊരു ഇതില്ലല്ലോ, കറിവേപ്പിലയാണ് കാണിച്ചു തന്നത്. അപ്പം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. അപ്പം എല്ലാ ഐറ്റംസും ഞാൻ അരികെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ലാഗിലായിരിക്കും. അപ്പം കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് മൂത്ത് വരട്ടെ. ഓവറായിട്ടൊന്നും ഇതാവണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി ഒപ്പം തന്നെ നമുക്ക് ഇഞ്ചി കൊത്തിയരിഞ്ഞ് വെച്ചേക്കണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 1/4 കിലോയിൽ താഴെയായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ ഇഞ്ചി. അത് ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കൈപ്പിടിയോളം കൊച്ചുള്ളി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കണ്ടേ. ഇതിൻ്റെ ഒപ്പം തന്നെ കിടന്ന് മൂത്ത് കിട്ടട്ടെ നമുക്ക്. ഇത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇഞ്ചിമേലും എല്ലാത്തുമ്മേലും നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെയിം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൂട്ടിയും കുറച്ചൊക്കെ നമ്മുടെ ഒരു ഇതിനനുസരിച്ച് ചെയ്തെടുക്കണം. അപ്പം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കായപ്പൊടി, ഒരു പേരിന് ഇത്തിരി മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഇഞ്ചി ഞാൻ ഇതിൻ്റെ കട്ട് ഒക്കെ മാറ്റിയിട്ട് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പോകുന്ന വെള്ളം എന്ന് പറയണത് ഇതിൻ്റെ തെളിയാണ്. ഇഞ്ചി മാറ്റി വെച്ചേക്കണ ആ തെളി വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പൊടികൾ മൂത്ത് വരുമ്പോൾ ഇനി നമുക്ക് മാറ്റി വെച്ചേക്കണ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇഞ്ചിയുടെ തെളി നമുക്കിതൊന്ന് ഒന്ന് തിളച്ച് കിട്ടണം കേട്ടോ. തിളച്ചൊരു 2-3 സെക്കൻഡ്
ഒന്ന് ഇതാവണം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2 സെക്കൻഡ് എങ്ങനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ പുളിവെള്ളം ഒന്ന് അരിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഈ വെള്ളം മൊത്തം നമുക്കൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ തോന്നുന്നു നമുക്ക് ഒരുപാട് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഈ വെള്ളം നല്ലോണം കുറുകി വരുമ്പോഴാണ് കേട്ടോ ഇഞ്ചി അച്ചാർ നല്ല സൂപ്പറായിട്ട് കിട്ടുന്നത്. ഇഞ്ചി അച്ചാറെന്നോ പുളിയിഞ്ചിയെന്നോ എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം കേട്ടോ. നല്ല സൂപ്പർ കിടു ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഇനി ഫ്ലെയിം ഒത്തിരി ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഇതാ നല്ലോണം വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫ്ലെയിം വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാം കേട്ടോ. കുറച്ചിട്ട് ഇത് നല്ലോണം കുറുകി നല്ല തിക്കായിട്ട് ഇലയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കണം. ആ രീതിക്ക് ആക്കണം നമുക്ക്. അപ്പോൾ ഇതിനകത്തോട്ട് പുളി ഉപ്പ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചേർത്ത് കൊടുക്കാം, ഒരു കഷ്ണം ശർക്കര കേട്ടോ. അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കണ്ടേ. ഇതാ ഇപ്പം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചും കൂടി ഒന്ന് കുറുകി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇതാക്കണം. ഇതാണ് ഫൈനലി നമ്മുടെ ഇഞ്ചി അച്ചാറിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയണത്. നല്ല കിടുവായിരുന്നു കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്നും പണിയില്ല. നമുക്കിനി വടുകപ്പുളി അച്ചാറിൻ്റെ പരിപാടി നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വേറെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഉലുവ മണീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് പൊട്ടട്ടെ. തീ കൂടുതലായിരുന്നേ ചട്ടി ഒന്ന് പുകഞ്ഞായിരുന്നല്ലോ. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാ. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഫ്ലെയിം കത്തിച്ചിട്ട് ചട്ടി നമ്മുടെ സ്റ്റവ് കത്തിച്ചിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് പൊട്ടി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കണ്ടേ ഇതിനകത്തോട്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊക്കെ വെളിച്ചെണ്ണ കിടന്ന് മൂക്കുമ്പോൾ നമ്മ വീട് മൊത്തം ഉണ്ടല്ലോ ഇതിൻ്റെ നല്ലൊരു സുഖകരമായിട്ടുള്ളൊരു
മണമായിരുന്നു കേട്ടോ. അടിപൊളി മണമായിരുന്നു. ഞാൻ ഇങ്ങനെ പാചകം ചെയ്യണതേ വളരെ ആസ്വദിച്ചാണ് ട്ടോ ഞാൻ ചെയ്യണത്. നല്ല സ്മെല്ലായിരുന്നു. വെളിച്ചെണ്ണയിൽ കിടന്ന കറിവേപ്പില മൂക്കുമ്പോഴുള്ള മണം ഉണ്ടല്ലോ. ഓഹ്! എന്താ പറയാ. നാരങ്ങാച്ചാറ് കുറച്ചും കൂടി സിമ്പിളായിട്ടാണ് ട്ടോ. നമുക്കിനി ഇതൊന്ന് ഏകദേശം ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നാരങ്ങ അരിഞ്ഞ് വെച്ചേക്കണത് ചേർത്ത് കൊടുക്കണം. പിന്നെ വിനാഗിരി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കണം. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് വടുകപ്പുളി നാരങ്ങ റെഡിയാക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അത്രേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് കരിഞ്ഞു പോവാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്ലെയിം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചോളണം. അത് അടിക്ക് പിടിക്കാതെയൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട്. ഇനി നാരങ്ങ അരിഞ്ഞത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. വെള്ളം ഇതിൽ നിന്ന് തന്നെയുള്ള വെള്ളം കേട്ടോ. അപ്പോൾ നമുക്കിനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയുടെയാണ് ആ കളർ കേട്ടോ. അല്ലാതെ എരിവെല്ലാം പാകത്തിനുള്ളൂ കേട്ടോ. നമ്മൾ അച്ചാറിൽ അല്ലെങ്കിലും കാശ്മീരി മുളക് പൊടിയാണല്ലോ കൂടുതൽ ചേർത്ത് കൊടുക്കുക. കളറല്ലേ നമുക്ക് മുഖ്യം. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് വിനാഗിരിയാണ് കേട്ടോ. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തായിരുന്നു. ഇപ്പം ഞാൻ പതുക്കെ ഒന്ന് ഫ്ലെയിം ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സിമ്മിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ തന്നെ ഒരു 2 കയ്യിൽ വിനാഗിരി ചെറിയ കയ്യിലാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയോണ്ട് പൊക്കി പറയണല്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് 2 അച്ചാറും. നിങ്ങൾ ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അപ്പം ഞാനൊരു സെർവ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.